അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സക്സസ് സ്റ്റോറീസ് എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 2010 കാലഘട്ടത്തിൽ നമ്മൾ സൗദി അറേബ്യയിൽ ഉള്ള സമയത്ത് ട്രീറ്റ് ചെയ്തൊരു കേസാണ്. ബ്രെയിൻ ട്യൂമർ ഉണ്ടായിട്ട് ഒരു ലേഡി, ഏകദേശം ഷി മസ്റ്റ് ബി ഒരു 36 വയസ്സുണ്ടാകുന്ന സ്ത്രീയാണ്. ബ്രെയിൻ ട്യൂമർ ഉണ്ടായിട്ട് 2 times ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. 2 times കഴിഞ്ഞതിന് ശേഷം പിന്നീടും അവർക്ക് റീ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതേ സ്ഥലത്ത് ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. തെളിവ് ദാറ്റ് മീൻസ് സ്കാനിങ്ങിലൂടെ കണ്ടു. അങ്ങനെ ആ സമയത്താണ് അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് നമ്മൾ റൊക്കിയ ചെയ്തു. ഐ തിങ്ക് 2 or 3 റൊക്കിയ ചെയ്തു. അതുപോലെ കൗൺസിലിംഗ് കൊടുത്തു, സ്പിരിച്വൽ കൗൺസിലിംഗ്. ഈ സ്പിരിച്വൽ കൗൺസിലിംഗ് റൊക്കിയ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളൊരു 15 days കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ പോയിട്ട് എക്സാമിൻ ചെയ്തേക്ക്, ടെസ്റ്റ് ചെയ്തേക്ക്, സ്കാൻ ചെയ്തേക്ക്, എന്നിട്ട് നോക്ക്, ഇവരൊന്നും പറ. 15 ദിവസം കഴിഞ്ഞ് അവർ പോയിട്ട് സ്കാൻ ചെയ്തു. അൽഹംദുലില്ലാഹ് അവരുടെ ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നത് പിന്നീട് ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് അത് റിമൂവായി, അത് ക്യൂറായി കിട്ടി. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ മിറാക്കുലസ് അനുഭവങ്ങൾ 100 കണക്കിന്, 200 കണക്കിന്, മേ ബി മോർ ദാൻ ദാറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിലത് ഓർമ്മയുള്ളത് മാത്രം ഇപ്പോൾ വീഡിയോ ആക്കി വിടുകയാണ്. ഓക്കെ, സോ പറഞ്ഞു വരുന്നത്, അന്ന് റൊഹിയ ആൻഡ് സ്പിരിച്വൽ കൗൺസിലിങ്ങിനെ അത് മൊത്തത്തിലൊരു വയറൽ എന്നതല്ല, അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ ലൈഫിൽ ബിഹേവിയറൽ ചേഞ്ചസ് വരുന്ന രീതിയിൽ ഉണ്ടാകുന്ന സ്പിരിച്വൽ കൗൺസിലിംഗ് നമ്മൾ അന്നേ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് റൊക്കിയക്ക് ശേഷം 15 ദിവസം കഴിഞ്ഞ് റീ എക്സാമിൻ ചെയ്തപ്പോൾ, ടെസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ കംപ്ലൈൻസുകളൊന്നും ഇല്ലെന്ന് അവർ വിളിച്ചറിയിച്ചിട്ടുണ്ട്.